പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കിറ്റിംഗ് ആൻഡ് മർച്ചൻഡൈസ് പാർട്ട്ണർ ആയിക്കൊണ്ട് 656 തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 656 തിരിച്ചു വരുന്നു എന്ന വാർത്ത ഇപ്പോൾ നിരവധി മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കിറ്റിംഗ് പാർട്ട്ണർ 656 ആയിരുന്നില്ല, റയോർ സ്പോർട്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത 2025-26 സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കിറ്റിംഗ് പാർട്ട്ണർ 656 തന്നെയായിരിക്കും. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ 2 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് ക്വാമി പെപ്പറ. കഴിഞ്ഞ ISL 11ാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 ഗോളുകൾ നേടാൻ പെപ്പറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 23 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ പെപ്പറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കളിച്ച 2 സീസണുകളിൽ നിന്ന് 8 ഗോളുകളും ഒരു അസിസ്റ്റും പെപ്പറ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന റൂമറുകളെല്ലാം ശക്തമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ സീസൺ ആവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശം സീസണുകളിൽ ഒന്ന് തന്നെയായിരുന്നു. ടീം എടുത്ത പല ഡിസിഷൻസും മൊത്തത്തിൽ പാളിപ്പോവുകയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് നിലവിൽ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മാർക്കസ് മെർഗ്ലാവോ അടുത്ത സീസണിൽ പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായേക്കില്ല എന്നിപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായേക്കില്ല എന്നിപ്പോൾ മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു താരമായിട്ടുള്ള മിലോസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മിലോസും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ചാൻസ് കുറവാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് പറയുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ തനിക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുമെന്നാണ് മാർക്കസ് പറയുന്നത്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ 2 കാര്യങ്ങളായിരുന്നു മിലോസിന്റെയും പെപ്പറയുടെയും കാര്യം. മിലോസിന് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും അത് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തേക്കും. മാത്രമല്ല മിലോസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയേക്കുമെന്നും മാർക്കസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.